എൻ്റെ 28 ഡേയ്സ് ഫിറ്റ്നസ് ചാലഞ്ചിനെ കുറിച്ച് പറയാനും വേണ്ടിയിട്ടാണ്. ഇതിൽ കുറേ ആളുകൾക്ക് എന്നെ അറിയാം. എസ്പെഷ്യലി 14 ഡേയ്സ് ഫ്രീ ഫിറ്റ്നസ് ചാലഞ്ചിൽ പങ്കെടുത്ത കുറേ ആളുകളുണ്ട്. അവർക്ക് ഇതിന് അനൗൺസ് ചെയ്തുകൊണ്ട് ഞാനൊരു മെസ്സേജ് അയച്ചതാണ്. അതുകൂടാതെ മറ്റു പല ആളുകൾക്കും ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് പറയാനുള്ള കാരണം തന്നെ ആ ഒരു മാറ്ററായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ 14 ഡേയ്സ് ഫ്രീ ഫിറ്റ്നസ് ചാലഞ്ച് പങ്കെടുത്തിട്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അവർക്ക് നല്ലപോലെ അറിയാം. അപ്പം ഈ ഫ്രീ ഫിറ്റ്നസ് ചാലഞ്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പല കാരണങ്ങളെ കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു, സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിർത്തിയിരിക്കുന്നു. ഇത്രയും ആളുകൾക്ക് അവർക്ക് ഈ പ്രോഗ്രാം വളരെയധികം ഉപയോഗപ്പെട്ടും ചെയ്തിരിക്കുന്നു. ഈ പ്രോഗ്രാം ഇനിയും തുടർന്നുകൊണ്ട് വേണം താനും. വ്യത്യസ്ത കാരണങ്ങളെ കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു, അത് സ്റ്റോപ്പായിക്കാം. അതായത് ഞാനിപ്പോൾ കണ്ടെത്തിയത് പ്രധാനമായിട്ടും പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഒന്ന് സ്റ്റോപ്പായിരിക്കുന്നു. അത് മാത്രമായിരിക്കില്ല, പക്ഷേ ഞാനിപ്പോൾ മെൻഷൻ ചെയ്ത് പറയുന്നത് ഞാൻ ആ സബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫിറ്റ്നസ് നേടാനോ ലൈഫ് സ്റ്റൈലിൻ്റെ ഡിസീസസിൽ നിന്നും മോചനം നേടാനോ മറ്റ് നമ്മളെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടാനൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഫിറ്റ്നസ് ആക്ടിവിറ്റി വളരെ മസ്റ്റാണ്. വ്യത്യസ്ത എനർജി ആയിട്ട് പെട്ടെന്നൊരു മോട്ടിവേഷൻ കയറിയിട്ടും വ്യത്യസ്ത കാരണങ്ങളെ കൊണ്ടായിരിക്കും ആ 14 ഡേയ്സ് ഫ്രീ ഫിറ്റ്നസ് ചാലഞ്ച് പറഞ്ഞ് നിങ്ങൾ ചേർന്നത്. അത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ എനർജിയൊക്കെ ലൂസായി, അല്ലെങ്കിൽ ആ എനർജിയൊക്കെ സ്റ്റോപ്പായി, മൊത്തം നിർത്തി. അപ്പോൾ നമ്മൾ ഈ ഫിറ്റ്നസ്സിൻ്റെ പ്രധാന സീക്രട്ട് എന്ന് പറഞ്ഞത് തന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് അങ്ങനെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് എക്കാലത്തും നിങ്ങൾക്ക് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ 14 ഡേയ്സ് ഫ്രീ ഫിറ്റ്നസ് ചാലഞ്ച് ചെയ്യാനുള്ള കാരണം നമ്മൾ വിർച്വലാണ്, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പോൾ നമ്മളെന്ത് അറിയില്ല. ഇപ്പോൾ കുറേ ആളുകൾക്ക് ഈ ഒരു ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് നല്ലപോലെ മനസ്സിലായതാണ്. അപ്പം അതിൻ്റെ അവയർനെസ് കൊടുക്കുക, ഫിറ്റ്നസ്സിൻ്റെ ബാക്കി ഹാബിറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടുവരിക. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, ലൈഫിൽ ഒരുപാട് താളം തെറ്റിയതുണ്ടാവും, അതൊക്കെ ഒന്ന് പ്രോപ്പറാക്കാം. ഇതൊക്കെ ആയിരുന്നു അതിനെക്കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ 14 ഡേയ്സിൽ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനെക്കാട്ടും ഡബിൾ റിസൾട്ട് നിങ്ങൾക്ക് ഈ 28 ഡേയ്സിൽ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തൊക്കെ നമുക്ക് കിട്ടും? നമുക്ക് സ്ട്രെങ്ത് കൂടും, സ്റ്റാമിന കൂടും, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നിന്നും നമുക്ക് മോചനം നേടാനും മെല്ലെ മെല്ലെ പറ്റും. അതുപോലെ തന്നെ നമ്മളെ ഡിസിപ്ലിൻ ലൈഫിൽ നമുക്ക് ഒരുപാട് സ്ക്രീൻ ടൈം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്ട്രെസ്സ് കൂടുന്നുണ്ടാവും. ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് എല്ലാ ഹ്യൂമണിക്കും വേണ്ടിയതാണ് നമ്മൾ പ്രോപ്പർ വെള്ളം കുടിക്കുക, പ്രോപ്പർ ടൈം ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഹാബിറ്റ്സ് ആയിട്ട് മാറും. പിന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന വെച്ചാൽ കൾച്ചറൽ ഫുഡാണ്. പ്രത്യേകിച്ച് ഒരു പുതിയ ഫുഡിലേക്ക് പോവാതെ നമ്മളെ കൾച്ചറൽ ഫുഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ ലൈഫിൻ്റെ ഭാഗമാക്കുക. അത് ഹെൽത്തി ആക്കി മാറ്റുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആ 14 ഡേയ്സ് കിട്ടിയിട്ടുണ്ടായി. 28 ഡേയ്സിൽ അതിൽ കൂടുതൽ കിട്ടും. പിന്നെ നമ്മളെപ്പോഴും നിങ്ങളെ ഒരു എന്താ പറയുക, ഗൈഡൻസ് തരാനും വേണ്ടിയിട്ട് എപ്പോഴും നമ്മളൊരു സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ ഈ 28 ഡേയ്സിൽ റെക്കോർഡഡ് എൻ്റെ ലൈവായിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ 28 ഡേയ്സിൻ്റെത്. ഇപ്പോൾ 14 ഡേയ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിയാം എത്രമാത്രം റിസൾട്ട് ഉണ്ടായിരുന്നു. 2 കിലോ കുറഞ്ഞവർ, 3 കിലോ കുറഞ്ഞു. നമ്മളിങ്ങനെ വെയിറ്റ് ലോസ് മാത്രമല്ല നമ്മൾ ഫോക്കസിങ്, പ്രത്യേകിച്ച് എടുത്ത് പറയും ഇഞ്ച് ലോസ് ആയവർ, മൂഡ് മാറിയവർ, ഫ്ലെക്സിബിലിറ്റി കൂടിയവരൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു 20 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ എല്ലാവരും കെടുക്കുന്നത് ഞാൻ കണ്ടിടത്തോളം ഒരു പേയ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഇപ്പോൾ എല്ലാവരും ഒന്ന് സ്റ്റക്കായി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശരിക്കും ഒന്ന് പുനർചിന്തനം നടത്തുക. ഞാനൊരു കോച്ച് എന്നുള്ള ലെവലിലാണ് സംസാരിക്കുന്നത്. നമ്മൾ ഡെയിലി ലൈഫിൽ എന്തൊക്കെ, അല്ലെങ്കിൽ ആഴ്ചയിലും മാസത്തിലൊക്കെ ആയിട്ട് എന്തൊക്കെ കാര്യത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതൊക്കെ പൈസ ചിലവാക്കുന്നുണ്ടാവും. പുറത്തുനിന്നൊരു ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മളൊരു ഫാൻസി ഫുഡ് കഴിക്കുമ്പോൾ എത്ര പൈസ പോകുന്നു. അതുപോലെയുള്ള നമുക്ക് എൻ്റർടൈൻമെൻറ്റ് നമ്മൾ എത്ര പൈസ കളയുന്നുണ്ടാവും അറിയാം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതൊക്കെ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫിറ്റ്നസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിൽ നിങ്ങളെ ഈ ഹെൽത്ത് മാത്രമാണ് നമ്മളെ ഏറ്റവും വലിയ സമ്പാദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ചിലവാക്കുക, അല്ലെങ്കിൽ ചെയ്യുക. അതിന് ഏറ്റവും വലിയ അസറ്റ് എല്ലാവർക്കും അവനവൻ്റെ ആരോഗ്യമാണ്. എൻ്റെ 14 ഡേയ്സ് ഫ്രീ കഴിഞ്ഞ് സാധാരണഗതിയിൽ മേടിക്കുന്ന ഒരു പേയ്മെൻറ്റ് മെത്തേഡും അതിനൊരു ഓഫർ ഇയർ എൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ പ്ലസ് 14 ഡേയ്സിൽ പങ്കെടുത്ത് കംപ്ലീറ്റ് ആയവർക്ക് വീണ്ടും ഞാൻ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഒന്ന് ഫിറ്റ്നസ് ഒക്കെ ആവുക, അതിൻ്റെ കൺസിസ്റ്റൻസി ആവുക, ആ റിസൾട്ട് കിട്ടാറെന്ന് വെച്ചാൽ ഒരു കോച്ച് എന്നുള്ള ലെവലിലേക്ക് നമ്മളാ ഒരു എനർജി വേറെ തന്നെ. ഞാൻ എത്രയോ പേരെ ഓൺലൈനിലായിട്ടും ഓഫ്ലൈനിലായിട്ടും എൻ്റെ ഒരു 20 വർഷത്തിൻ്റെ ഈ എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മളെ എനർജി ലൈഫിൽ വെച്ചാൽ മറ്റുള്ളവരെ ആ ഒരു ടെസ്റ്റിമോണിയലോ അല്ലെങ്കിൽ അവരെ ആ റിസൾട്ട് ആയിരിക്കും നമ്മളെ ഫുള്ളി എനർജി വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഇത് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ രീതിയാണ്.
കുറച്ച് ഇഷ്യൂസ്, മെഡിക്കൽ ഇഷ്യൂസ് അല്ല, ബാക്ക് പെയിനോ നീ പെയിനോ ചെറിയ ഇതിലൊക്കെ ഉള്ളവരൊക്കെ ആണെന്ന് ചെയ്യാൻ പറ്റണത്, സിവിയർ അല്ല അതേ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാത്തവർ ഇതിലൊക്കെ ചെയ്യാൻ പറ്റിയ ബിഗിനർ ഫ്രണ്ട്ലി. പിന്നെ ജമ്പിങ് ഇല്ല, ഹൈ ഇൻറ്റൻസിറ്റി ഇല്ല, കുറേ എക്യുപ്മെൻറ്റ്സ് വേണ്ട, കുറേ സ്ഥലം വേണ്ട, കുറേ ടൈം വേണ്ട. ഒരു 30 മിനിറ്റ്സ് വരെയാണ്, അതും ആഴ്ചയിൽ 4 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി. അപ്പം ലൈവ് ആൻഡ് റെക്കോർഡഡ് ആണ്, മാക്സിമം ഉപയോഗപ്പെടുത്താം. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഡയറക്റ്റ് മെസ്സേജ് അയച്ച ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് അതേപോലെ തന്നെ അവരുടെ നമ്പർ ത്രൂവിൽ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്തിട്ട് ഇതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.